പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിലേറ്റം സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ നമുക്ക് സുവിശേഷത്തിലൂടെ നൽകുന്ന ദൂത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 3 ഉപമകളാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യമാണ്. വീണ്ടും സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ അറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. ഈ 3 ഉപമകൾ യേശു നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്നത്തെ സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. സ്വർഗരാജ്യം ഒന്നാമത്തത് വയലിൽ ഒളിച്ചു വച്ചിരുന്ന നിധിക്ക് തുല്യമാണ്. ഒരു കൂലിക്കാരൻ അയാൾ കൂലിക്ക് വന്നപ്പോൾ വസ്തുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എനിക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെ പോയി നീ കാടൊക്കെ പറിച്ച് കളയുക. അവനവിടെ ചെന്നു. നമുക്കൊക്കെ സാധാരണ അറിയാവുന്നതുപോലെ ഒരു പാത്രത്തിൽ ചോറുമൊക്കെ ആയിട്ട് അവനവിടെ പോയി കുറേ നേരം അത് വെട്ടിക്കളച്ചു. വളരെ കട്ടിയുള്ള ആ സ്ഥലം, കാട് കയറി കിടക്കുന്ന, ആരും പരിചിതമില്ലാത്ത ആ സ്ഥലം, അവിടെ കിളച്ചു മറിച്ചപ്പോൾ അവൻ്റെ മൺവെട്ടി ഏതോ ഒരു പാത്രത്തിൽ ഒരു വെട്ടുകൊണ്ടു. ഒരു ശബ്ദം കേട്ടു. കൗതുകത്തോടെ ആ മനുഷ്യൻ ആ മണ്ണൊന്ന് മാറ്റി നോക്കി. അവനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ട കാഴ്ച ഒരു വലിയ പാത്രം. അവൻ ബന്ധപ്പെട്ട് അതിൻ്റെ വക്കൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ കണ്ടത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. അവനത് അതുപോലെ തന്നെ അടച്ചു വെച്ച് മണ്ണിട്ട് നികത്തി. വൈകുന്നേരമായപ്പോൾ അവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തിരികെ വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ യജമാനോട് ചെന്നിട്ട് പറഞ്ഞു, യജമാനനെ, എൻ്റെ വീടിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, ഞാൻ ഇത്തിരി കൃഷി ചെയ്തൊക്കെ ജീവിച്ചോട്ടെ, അങ്ങയുടെ ആ സ്ഥലം 10 സെൻറ്റ് ആ കല്ലിൻ്റെ ഇടയിൽ, പാറയ്ക്കിടയിൽ, അത് ഇങ്ങനെ തരാമോ? അപ്രതീക്ഷിതമായി ചോദ്യം കേട്ടപ്പോൾ യജമാനൻ പറഞ്ഞു, എനിക്കെന്തിനാണ് ആ വേസ്റ്റ് സ്ഥലം? ചോദിച്ചു, നീ എന്നാ എനിക്ക് തരും? അവൻ പറഞ്ഞു, നല്ലൊരു തുക തരും. 10 സെൻറ്റ് സ്ഥലത്തിന് സാധാരണഗതിയിൽ അവിടെയൊക്കെ 10,000 രൂപ പോലും ഇല്ല. പക്ഷെ അവൻ പറഞ്ഞു, ഞാനൊരു 10 ലക്ഷം രൂപ തരാം. ഇയാൾ എന്തൊരു മണ്ടനാണ്! കണ്ണും പൂട്ടി മനുഷ്യൻ ആ വസ്തു കൊടുത്തു. ഈ വസ്തു ഇയാൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് അന്ന് രാത്രി അയാൾ ആ നാട് വിട്ടു. കാരണം അയാൾക്ക് ആ വസ്തുവിൻ്റെ ആവശ്യമില്ല. ആ നിധി അയാൾ സ്വന്തമാക്കി. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇതുപോലെയാണ്. എന്താണ് ഇതിനകത്തെ സന്തോഷം? ഈ ദൈവരാജ്യത്തിന് ഒരുപാട് മുനകളുണ്ട്, ഒരുപാട് ചക്രവാളങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ സന്തോഷം എന്താണ്? ഈ നിധി കണ്ടെത്തിയതാണോ? ആകസ്മികമായി കണ്ടെത്തിയതാണ്. ഇയാൾ നിധിക്ക് വേണ്ടി അവിടെ പോയി കളച്ചതല്ല. ഇയാളുടെ ജീവിതത്തിൽ വന്നു പെട്ടതാണ് ഈ നിധി. ഇയാളുടെ ജീവിതത്തിൽ ഇയാൾ ഇതിനു വേണ്ടി അന്വേഷിച്ചതൊന്നുമല്ല. ലോട്ടറി ഭാഗ്യം കണക്കെ ഈ ദൈവരാജ്യം വന്നുപെടും. ഈ ദൈവരാജ്യം ഇയാളുടെ ജീവിതത്തിൽ വന്നുപെട്ടു. എന്താണ് ഇയാളെ സന്തോഷപ്പെടുത്തിയത്? ഇത് കണ്ടെത്തിയതാണോ? അതോ ഇയാൾ തൻ്റെ വസ്തുവെല്ലാം വിറ്റതാണോ ഇയാൾക്ക് സന്തോഷമുണ്ടാക്കിയത്? അതോ ഇതെല്ലാം വിറ്റിട്ട് ഇയാൾ ഈ വയൽ സ്വന്തമാക്കിയതാണോ ഇയാൾക്ക് സന്തോഷമുണ്ടായത്? എന്താണ് സന്തോഷമെന്ന് പറയാൻ ഈശോ മുതിരുന്നില്ല. ഇതുപോലെയാണ് സ്വർഗരാജ്യം. ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ ആനന്ദമാണ്. ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇത് കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ആനന്ദം അനുഭവിക്കാനാവുകയുള്ളൂ. കാരണം അത് അത്രമേൽ വിശാലമായ ഒരു നിധിയാണ്. നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന, നമ്മുടെ അതിരുകളെ ഭേദിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഈ നിധി ഇത് ദൈവം തന്നെയാണ്.
ദൈവത്തെ കണ്ടെത്തിയവരൊക്കെ എല്ലാം വിൽക്കും. ദൈവത്തെ കണ്ടെത്തിയവരൊക്കെ വില കൊടുക്കും. രണ്ടാമത്തെ ഉപമയിൽ പറയുന്നത് ഇത് ആകസ്മികമായി കണ്ടെത്തിയതല്ല. ഒരു രത്നവ്യാപാരി, അയാൾ ഒരു നല്ല രത്നം കണ്ടു. അയാൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നല്ല രത്നത്തിന് വേണ്ടി. അത് ആകസ്മികമായി വന്നതല്ല, അയാളുടെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ കണ്ടെത്തിയതാണ് ഈ രത്നം. ഇങ്ങനെ ചില ആളുകളുണ്ട്, ദൈവരാജ്യം അന്വേഷിച്ച് നടക്കുന്നവർ. ചിലർക്ക് ഇത് ആകസ്മികമായി വന്നു ചേരും, ഒരു ലോട്ടറി ഭാഗ്യം കണക്ക്. ചിലർ ഇത് അന്വേഷിച്ച് കടക്കുകയാണ്. ഇങ്ങനെ അന്വേഷിച്ചൊടുവിൽ ഈ മനുഷ്യൻ വിലയേറിയൊരു രത്നം കണ്ടു. കണ്ടപാടെ അയാൾ അതിൻ്റെ വില മതിച്ചപ്പോൾ അയാൾ രത്നവ്യാപാരിക്ക് അച്ചാരമായി അഡ്വാൻസ് തുക കൊടുത്തു. പിന്നെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ രത്നം വാങ്ങി സ്വന്തമാക്കി. ഇങ്ങനെ ദൈവരാജ്യം അന്വേഷിച്ച് കണ്ടെത്തുന്നവരുണ്ട്. പക്ഷെ വിഷയം എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിന് വിലയിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രത്നത്തിന് വിലയിടണമെങ്കിൽ നമ്മൾ രത്നവ്യാപാരികളാകണം, അല്ലാത്തവർക്ക് ഇതിൻ്റെ വില അറിയില്ല. പണ്ടൊരു അപ്പൻ കയ്യിലിരുന്ന ഒരു മോതിരം ഒരു മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മനെ ഇത് കൊണ്ടുപോയി തെരുവിൽ എന്നാ കിട്ടുമെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ, ഈ മകൻ ഇത് കൊണ്ടുപോയി ഒരു കടയിൽ ചെന്ന് ജ്വല്ലറിയിൽ ചെന്നിട്ട് കൊടുത്തിട്ട് ചോദിച്ചു, ഇതിനെന്നാ തരാം? അവർ പറഞ്ഞു 100 സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞു. അപ്പനെ വിളിച്ചു പറഞ്ഞു, അപ്പോൾ 100 സ്വർണ്ണ നാണയം. അപ്പോൾ പറഞ്ഞു അതിന് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇതൊരു രത്നവ്യാപാരിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അവൻ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു 1000 സ്വർണ്ണ നാണയം തരാമോ എന്ന് ചോദിച്ചു. അവൻ വിളിച്ചു പറഞ്ഞു, അപ്പാ 1000 സ്വർണ്ണ നാണയം. തിരിച്ചു വന്നപ്പോൾ മകനോട് അപ്പൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ രത്നത്തിന് വിലയിടണമെങ്കിൽ നീ ഒരു രത്നവ്യാപാരിയാകണം. നമ്മൾ ഈ സ്വർഗരാജ്യത്തിന് വിലയിടണമെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അടരുകളെക്കുറിച്ച് അറിവുള്ളവരാകണം. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ രാജ്യം? എന്തിനാണ് ഈ സുവിശേഷം? ഈ കാലഘട്ടത്തിൽ പിശാചൊരുക്കുന്ന ഏറ്റവും വലിയ കെണിയെന്ന് പറയുന്നത് മോഷണമാണ്. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നന്മകൾ മോഷ്ടിക്കുകയല്ല, മറിച്ച് വില കുറച്ച് കാണിക്കും. വില കുറച്ച് കാണിക്കും. പണ്ട് ഒരു ജൗളിക്കടയിൽ ഒരാൾ 10 ലക്ഷം രൂപയുടെ തുണി ഇറക്കി, ഉടമസ്ഥൻ. പക്ഷേ മാസാവസാനം കണക്കെടുത്തപ്പോൾ 10 ലക്ഷം രൂപയുടെ തുണി വിറ്റ് വന്നപ്പോൾ, എല്ലാ തുണിയും വിറ്റ്, ഒന്നും മോഷണം പോയിട്ടില്ല, വിറ്റ് വന്നപ്പോൾ 8 ലക്ഷം രൂപയേ ഉള്ളൂ. അയാൾ നോക്കി, ഇത്രയും ഞാൻ സാധനം ഇറക്കിയിട്ട് മുഴുവൻ വിറ്റു, പക്ഷേ 8 ലക്ഷമേ വരവുള്ളൂ, അതെന്താണ്? അപ്പോൾ അദ്ദേഹം ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി CCTV ക്യാമറയൊക്കെ വെച്ച് അദ്ദേഹം കാണുന്ന കാഴ്ച, അവിടുത്തെ 2 ജീവനക്കാർ രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ വരും. വന്നിട്ട് ഈ സ്റ്റോക്കിലിരിക്കുന്ന തുണി, 10,000 രൂപയുടെ സാരി, ആ സാരിയുടെ സ്റ്റിക്കർ ഇളക്കി മാറ്റിയിട്ട് അതിൽ 2,000 രൂപ എന്ന് എഴുതി വെക്കും. 5,000 രൂപയുടെ സാധനത്തിന് 1,000 രൂപ സ്റ്റിക്കർ ഒട്ടിക്കും. എന്നിട്ട് പകൽ സമയത്ത് ഈ ജീവനക്കാരുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു വരുത്തും. ഈ സാധനങ്ങൾ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച, വില കുറച്ചൊട്ടിച്ചിരിക്കുന്നതെല്ലാം വിൽറ്റു. അപ്പോൾ തുണിയൊന്നും മോഷണം പോയിട്ടില്ല, പക്ഷേ ഈ സാധനങ്ങളുടെ വില കുറച്ച് ഒട്ടിച്ചു വെക്കും. ഇതാണ് പിശാച് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ മക്കളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവരോട് പിശാച് കാതിൽ ഓതുന്ന ഒരു കാര്യം, നിനക്കൊരു വിലയില്ല, ഇതൊരു മുത്താണ്, പക്ഷേ ഇതിന് വിലയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വിലയിടണമെങ്കിൽ, ദൈവരാജ്യത്തിന് വില കാണണമെങ്കിൽ നമ്മൾ രത്നവ്യാപാരികളാകണം. ദൈവരാജ്യത്തിൻ്റെ അടരുകൾ ധ്യാനിക്കുന്നവരാകണം. ദൈവത്തോട് അടുത്ത് സഞ്ചരിക്കുന്നവരാകണം. നമുക്ക് വേണ്ടത് ഈ വിലയിടാൻ പഠിക്കുക എന്നുള്ളതാണ്. വിലയിടാൻ പഠിക്കുക. അതുകൊണ്ടാണ് ഈ രത്നവ്യാപാരി, അവൻ ഈ രത്നത്തിൻ്റെ വില കണ്ടിട്ട് അത് സ്വന്തമാക്കി.
മൂന്നാമത് പറയുന്നത് ദൈവരാജ്യം വലയ്ക്ക് തുല്യമാണ്. ഒരു മനുഷ്യൻ കടലിലേക്ക് എറിഞ്ഞ വല, ഈ വലയിലെല്ലാം കുടുങ്ങി വലിച്ചു കയറ്റി അവനവിടെ ഇരുന്ന് നല്ലതും തീയതും തമ്മിൽ വേർതിരിച്ചു. ഈ ഒരു അറിവ് ദൈവരാജ്യത്തിന് വേണം. ഇല്ല എങ്കിൽ ഈ വലയിൽ കുടുങ്ങിയ ചില മീനുകളുണ്ട്. റമോറ എന്ന് പറയുന്ന ചില മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഈ റമോറ എന്ന മത്സ്യം ഏറ്റവും വലിയ അപകടം കപ്പലിനാണ്. കപ്പലിൻ്റെ തടിഭാഗങ്ങൾ ഇത് കടിച്ചു പിടിക്കും. എറുമ്പ് മത്സ്യമാണ്. കുറേ മാസങ്ങൾ ഈ കടലിലൂടെ ഒക്കെ ഇത് യാത്ര ചെയ്ത് കഴിയുമ്പോൾ റമോറ മത്സ്യങ്ങൾ ഈ വലിയ കപ്പലിൻ്റെ തടിക്കഷണങ്ങൾ മുഴുവൻ കരണ്ട് തിന്നിരിക്കും. ഈ കപ്പലിനെ മുക്കിക്കളയാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതാണ് ചെറിയ എറുമ്പ് മത്സ്യങ്ങൾ, റമോറ. ഇതുപോലെ ഈ മനുഷ്യനറിയാം, ഈ വലയിൽ കുടുങ്ങിയ ചില മത്സ്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ വലയിൽ കുടുങ്ങിയിരുന്നാൽ വല കീറിപ്പോകും. ഉള്ള നല്ല മത്സ്യങ്ങളോട് നഷ്ടപ്പെട്ടു പോകും. ശരിയേത് തെറ്റേത്, നമ്മൾ നടക്കുമ്പോൾ കതിരേത് പതിരേത്, കൂടെ നടക്കുന്നവരിൽ പ്രാണനുള്ളവരേത് ഇല്ലാത്തവരേത് എന്ന് ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു കൃപയാണ്. കൂടെ നടക്കുന്നവരും ഈ പ്രാണൻ അറിയാത്തവരാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ വില അറിയാത്തവരാണ്. വന്യ റമ്പാച്ചൻ ചില ആളുകൾ വരുമ്പോൾ പറയും, അവരുടെ സങ്കടം കേട്ടിട്ട് പറയും, മുകളിലേക്ക് അങ്ങ് വിട്ടേക്കാമെന്ന് പറയും. എന്നാൽ ചിലരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പറയും, പ്രാർത്ഥിച്ചേക്കാമെന്ന് പറയും. തമ്മിൽ വ്യത്യാസമുണ്ട്. മുകളിലേക്ക് അങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാളിൽ വേണ്ടത്ര ജീവൻ പ്രാണൻ നിറഞ്ഞിട്ടില്ല. ആള് കൂടെ നടക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാ ദിവസവും ഉണ്ട്, ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ ചോദിക്കുന്നവരാണ്. പക്ഷേ പ്രാണൻ നിറഞ്ഞിട്ടുണ്ടോ? ഈ ദൈവരാജ്യം ഉള്ളിൽ കിട്ടിയിട്ടുണ്ടോ? ഈ ദൈവരാജ്യത്തിന് വിലയിട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു കൃപയുടെ ഒരു അഭിഷേകമാണ്. ദൈവരാജ്യത്തിന് വിലയിടണം. ദൈവരാജ്യത്തിൻ്റെ വില അത് വയലിലെ നിധിക്ക് തുല്യമാണ്. അത് രത്നത്തിന് തുല്യമാണ്. വിലമതിക്കാനാവാത്ത രത്നം. അത് വലയ്ക്ക് തുല്യമാണ്. അപകടങ്ങളെ കതിരും പതിരും തിരിച്ചറിയുന്ന ഒരു വിവേചനാശക്തി അതിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ ഞങ്ങൾ ആളുകൾക്ക് വിലയിടുന്നു, ഞങ്ങൾ ധ്യാനത്തിന് വിലയിടുന്നു, അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നു. കർത്താവേ, യഥാർത്ഥത്തിൽ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവരാജ്യത്തിന് വിലയിടാൻ ഞങ്ങൾ പ്രാപ്തരാണോ? ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് പലതിനെയും ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഞങ്ങളുടെ വിധികളും വിധി നിർണയങ്ങളുമൊക്കെ പലപ്പോഴും അപകടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഞങ്ങൾ സത്യം അറിയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം തിരിച്ചറിയാൻ, കാണാൻ കണ്ണ് തുറന്നു തരണമേ. ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ. കർത്താവേ, ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്നവരായി ജീവിക്കട്ടെ.